സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശക്തി സ്വരൂപിണിയും അന്നപൂർണേശ്വരിയും അഭീഷ്ടവരദായിനിയും സർവമംഗളകാരിണിയുമായ തൊഴുക്കൽ ശ്രീ ഭദ്രകാളി ദേവി അമ്മ. ഓം കാളീം മേഘസമപ്രഭാം ത്രിനയനാം വേതാള കണ്ഠസ്ഥിതാം ഖഡ്ഗം ഖേടകപാലധാരികശിര കൃത്വാ കരാഗ്രേഷ്ഠ ച ഭൂതപ്രേതപിശാചമാതൃസഹിതാം മുണ്ഡസ്രജാലം കൃതാം വന്ദേ ദുഷ്ടമസൂരികാതിവിപതാം സംഹാരിണീമീശ്വരീം. ഓം ശ്രീ ഭദ്രേ നമഃ. ചിരപുരാതനവും ചരിത്രപ്രസിദ്ധവും നിത്യനൂതനവുമായ ക്ഷേത്ര സങ്കല്പത്തിൻ്റെ ഉത്തുംഗശൃംഗത്തിൽ സ്ഥിതി ചെയ്യുന്നതും അഷ്ടസിദ്ധന്മാരുടെ ഗുരുസ്ഥാനീയനായ ശ്രീ അഗസ്ത്യ ഋഷിയുടെ തപസ്യ സാന്നിധ്യത്തിൽ ചൈതന്യം തുളുമ്പി ഒഴുകുന്ന പുണ്യപുരാതനമായ നെയ്യാറിൻ്റെ തീരത്ത് സൂര്യകോടി തേജസ്സോടെ ദേശത്തിനും ദേശക്കാർക്കും അശരണർക്ക് അഭയവും അന്നദാനേശ്വരിയും നെയ്യാറ്റിൻകര പട്ടണത്തിൽ തൊഴുക്കൽ ദേശത്തിൻ്റെ സിന്ദൂര തിലകവുമായ തങ്കത്തിരുമുടി കണ്ടു വണങ്ങി ശോകമൂക മനസ്സിൻ്റെ ദുഃഖങ്ങൾക്കും ശാന്തിയും സമാധാനവും എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്ന അഭയകേന്ദ്രമായ തൊഴുക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ മനമുരുകി പ്രാർത്ഥിക്കുന്നവർക്ക് ഇഷ്ടവരവും കൈകൂപ്പി സ്തുതിച്ചാൽ ദുരിതങ്ങളിൽ നിന്നും മുക്തിയേകുന്ന ശ്രീ ഭദ്രകാളി ദേവി അമ്മ. വിഘ്നങ്ങളകറ്റി ഭക്തജനങ്ങൾക്ക് അനുഗ്രഹവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീ മഹാഗണപതി അവിടെ മേൽശാന്തി ഭക്തർക്ക് മുട്ടുതീർപ്പ് കർമ്മം നടത്തുന്നു. ഭക്തരുടെ ക്ലേശങ്ങൾക്ക്, ദാരിദ്ര്യങ്ങൾക്ക്, തടസ്സങ്ങൾക്ക്, പിണിദോഷങ്ങൾക്കെല്ലാം ഈ കർമ്മം പരിഹാരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. സർപ്പദോഷ നിവാരണത്തിനായി കുടികൊള്ളുന്ന ദൈവങ്ങളുടെ സന്നിധിയും അനുഗ്രഹ കലകളോടും മഹാദേവന്റെ പ്രതിരൂപവുമായി നിറഞ്ഞു നിൽക്കുന്ന മാടൻ തമ്പുരാൻ, സർവാഭീഷ്ടപ്രദായിനിയായി കുടികൊള്ളുന്ന യക്ഷിയമ്മയും ഭക്തജനങ്ങളുടെ രക്ഷകരായി വാണരുളുന്നു. യോഗീശ്വരനും മന്ത്രമൂർത്തിയും മർദ്ദയും ഭദ്രകാളി അമ്മയുടെ തിരുമുമ്പിൽ ഉപവിഷ്ടനായി ഖണ്ഡാകർണനും ഉപദേവതകളാൽ ചൈതന്യം തുളുമ്പി നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് സന്നിഹിതരായി മനസ്സു തുറന്ന് പ്രാർത്ഥിച്ചാൽ തീരാത്ത ദുരിതങ്ങൾക്ക് മുക്തിയേകുന്നു. ഒരേ മനസ്സോടെ ഭക്തജനങ്ങളുടെ വിശ്വാസ പാരമ്പര്യത്തിൻ്റെ വിശുദ്ധിയിൽ ഒരുമയോടെ കഴിയുന്ന ഈ തിരുസന്നിധിയിൽ പൗരാണികമായി ഈ ക്ഷേത്രത്തിൻ്റെ ചൈതന്യവും വിശുദ്ധിയും തലമുറകളായി കാത്തു സംരക്ഷിക്കുന്നതും നമ്മുടെ ദേശത്തിന് ശുദ്ധവായുവും ഭൂമിക്ക് ഈർപ്പവും നൽകി ഗ്രാമാന്തരീക്ഷം പരിശുദ്ധമാക്കി നാടിൻ്റെ പരിസ്ഥിതിയും ഭിന്ന അന്തരീക്ഷവും ജലസമ്പത്തും സംരക്ഷിച്ചു പോരുന്നു. ക്ഷേത്രമെന്ന സങ്കല്പം മനുഷ്യ ശരീരത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ശ്രീകോവിലിനെ ദേവന്റെ ശിരസായാണ് സങ്കല്പിക്കുന്നത്. ഇവിടെ ഷടാധാര വിധിപ്രകാരം പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹം ദേവതയുടെ സൂക്ഷ്മ ശരീരമാണ്. ശ്രീകോവിലിന്റെ മുൻവശത്തായി മുഖമണ്ഡപം, ഇത് ദേവതയുടെ കഴുത്ത്, പ്രദക്ഷിണ വഴി വയറായും കണക്കാക്കപ്പെടുന്നു. ധ്വജം നട്ടെല്ലാണ്. പുറത്തെ മതിൽ മുട്ടുകളും കണങ്കാലുകളുമാണ്. ഗോപുരത്തെ പാദമായി കരുതുന്നു. ത്രൈലോക്യമോഹിനിയായ ശക്തിയുടെ രൂപത്തിൽ നിലകൊള്ളുന്ന ദേവി ഭദ്രകാളി എന്ന പേരിൽ വിഖ്യാതയായി ആ മഹാമായ ശ്രീഹരിയുടെ നയനം, മുഖം മുതലായവയിൽ നിന്നും പുറപ്പെട്ട് അവ്യക്തജന്മമായ ബ്രഹ്മാവിൻ്റെ ദൃഷ്ടിപഥത്തിൽ വന്ന് ഭവിച്ചു. വെളുത്ത ശരീരത്തോട് ചേർന്നിരിക്കുന്ന കറുമ്പിയായ വെൺചന്ദനമരത്തിൽ ചുറ്റിയിരിക്കുന്ന കൃഷ്ണസർപ്പം പോലെ അമ്മ ജഗത് മാതാവാണ്. ലോകരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവിടുത്തെ
അവിടുത്തെ ലീലകളും ലോകനന്മയ്ക്കു വേണ്ടിയുള്ളതാകുന്നു. അമ്മ സജീവമായ ചൈതന്യമാണ്, നിസ്തുല്യമായ സ്നേഹമാണ്. ലൗകിക ജീവിതവും ഉദാത്തമാക്കാൻ അമ്മയോട് അഭ്യർത്ഥിക്കുന്നവർക്ക് സാധ്യമാകുന്നു. നമുക്ക് അമ്മയോട് ഭക്തിഭാവമേ വേണ്ടൂ. അമ്മ നമ്മിൽ അനുഗ്രഹവർഷം ചൊരിയുന്നു. അമ്മ നമ്മുടെ അകം ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കുന്നു. ഈ ദിവ്യസന്നിധിയിൽ ഭക്തി പാരവശ്യത്തോടെ വർഷം തോറും പൊങ്കാല നൈവേദ്യം അർപ്പിക്കപ്പെടുന്നു. ദ്രാവിഡ സമൂഹത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിശ്രേഷ്ഠമാണ് ദേവിക്കുള്ള പൊങ്കാല സമർപ്പണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പൊങ്കാലയിടുമ്പോൾ ആ കലങ്ങളിൽ തിളച്ചു മറിയുന്നത് അഹം എന്ന ഭാവമാണത്രേ. അഹം ഇല്ലാതായ ഭക്തരിൽ നിന്നുള്ള ആ നൈവേദ്യം ദേവിക്ക് സ്വീകാര്യമായി തീരുന്നു, ജഗത് മാതാവിനുള്ള പൂജയായി മാറുന്നു. ഈ നിവേദ്യം മൺകലത്തിലാണിടാറ്. മൺകലത്തിൽ വേവിച്ചെടുക്കുന്ന ആഹാരത്തിലെ മാലിന്യങ്ങളെ മൺകലം വലിച്ചെടുക്കുമെന്ന് ശാസ്ത്രം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, തൊഴുക്കലമ്മേ ശരണം. ഞാൻ അനിൽകുമാർ, ഇപ്പോൾ നിലവിലെ ക്ഷേത്ര പ്രസിഡൻറ്റ്. നമ്മുടെ ഈ ഭരണസമിതി നിലവിൽ വന്നത് 2024 ഒക്ടോബർ മാസമാണ്. ഈ ക്ഷേത്രം ഇവിടെ നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിനഭിവൃദ്ധിയും പല പട്ടാളത്തിലായിരുന്നാലും നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലായിരുന്നാലും ഒരുപാട് ജോലിയായിട്ട് നാട്ടിന് ഒരുപാട്, അതായത് എൻ്റെ കുഞ്ഞുനാളിലുള്ള തൊഴുക്കൽ ദേശമല്ല ഇന്നത്തെ തൊഴുക്കൽ ദേശം. ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും അത് പല പല സംഘടനയായി രൂപം കൊണ്ട് ഇന്ന് തൊഴുക്കൽ ശ്രീഭദ്രയുടെ മഹോത്സവം ഓരോരോ സംഘടനകളാണ്. അതായത് സ്റ്റേറ്റ് യൂണിഫോം ഫോഴ്സ്, ദുബായ് ബ്രദേഴ്സ്, യങ് സോൾജേഴ്സ്, സായുധ സേനാംഗങ്ങൾ, അങ്ങനെ പല നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സഹായ സഹകരണത്തോടുകൂടി എല്ലാ കുംഭവർണിയും നല്ല രീതിയിൽ കൊണ്ടാടുകയും ഇതിനെപ്പറ്റി ഈ ക്ഷേത്രം നിലവിൽ വന്നതിനെ പറ്റിയും ക്ഷേത്രത്തിൻ്റെ പഴയ ഐതിഹ്യവും എന്നേക്കാൾ മുൻകാലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന, അതായത് മുൻ കമ്മിറ്റികളിലും തുടക്കം മുതലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഖജാൻജിയുമായ പനഞ്ചകുമാർ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ മുൻ പ്രസിഡൻറ്റും കൂടെ ആയിരുന്ന ശ്രീ രാജൻ അവർകൾക്കും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിനെ പറ്റി കൂടുതൽ എന്നേക്കാൾ കൂടുതൽ വിവരിക്കാൻ സാധിക്കും. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. ഈ ക്ഷേത്രം രൂപം കൊള്ളുന്നതിന് മുമ്പ് നമ്മുടെ പൂർവികർ കല്ല് വെച്ച് കണ്ണാടി പ്രതിഷ്ഠയോടുകൂടി ആരാധിച്ചു പോന്നിരുന്നു. കാലാകാലങ്ങളിൽ വർഷം തോറുമുള്ള മഹോത്സവം പല ഭാഗത്തായി വച്ച് നടത്തി പോരുന്നുണ്ടായിരുന്നു. ക്ഷേത്രം രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ അശ്രാന്ത പരിശ്രമവും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് അന്നാദ്യമായി 4 സെൻറ്റ് സ്ഥലം വാങ്ങിയാണ് ഇന്നിരുന്ന ക്ഷേത്രമല്ല, മുൻപേ ഇരുന്ന പഴയ ക്ഷേത്രം നിർമ്മിച്ചത്. 4 സെൻറ്റ് സ്ഥലത്തിൽ തുടങ്ങിയ ക്ഷേത്രം ഇന്ന് 1 ഏക്കർ 27 സെൻറ്റ് തറ വസ്തു ഇന്ന് ക്ഷേത്രത്തിൻ്റെ പേരിൽ ഉണ്ട്. അന്ന് ഈ ക്ഷേത്രം ഉത്സവം നടത്തുന്നത്, ഈ ക്ഷേത്രം പ്രത്യേകിച്ച് അറിഞ്ഞത് തൊഴുക്കൽ ഭദ്രകാളി ക്ഷേത്രം എന്നല്ല, കാളിയൂട്ട് ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. തൊഴുക്കൽ ഉത്സവം കാളിയൂട്ടാണ് നടത്തുന്നത്. എവിടെ പോയിരുന്നാലും ആ തൊഴുക്കൽ കാളിയൂട്ട് എന്നാണ് അറിയപ്പെട്ടത്. ആ ക്ഷേത്രം ഇന്ന് ഈ രീതിയിൽ എത്തിയത് 1998 അന്ന് വന്ന ഭരണസമിതിയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടും ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായവും കൊണ്ട് ഇന്നിരിക്കുന്ന ക്ഷേത്രം പുതുക്കിപ്പണിതു. 2002 പുനരുദ്ധാരണം കഴിഞ്ഞ് കുംഭാഭിഷേകവും കഴിഞ്ഞു. അതിനുശേഷം മാറി മാറി വന്ന ഭരണസമിതിയിലൂടെ ഓരോ വികസന പ്രവർത്തനത്തിനും ഭാഗമായിട്ടുണ്ട് ഇന്ന് നിലവിലിരിക്കുന്ന ഈ ക്ഷേത്രം ഈ രീതിയിൽ വരാൻ കാരണം. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം കഴിഞ്ഞ കാലങ്ങളിൽ
ഓരോ ദിക്കിലും പോയി ദിക്കുബലി നടത്തി അവിടുത്തെ ദിക്കുബലിയും കഴിഞ്ഞ് ഊരുചുറ്റും കഴിഞ്ഞ് നല്ലിരിപ്പും കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ആ രീതിയാണ് ഇപ്പോൾ തുടർന്ന് പോകുന്നത്. മുൻകാലങ്ങളിൽ അങ്ങനെ ഒരു കീഴ്വഴക്കോ ചിട്ടവട്ടോ ഇല്ലാതെയാണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉത്സവം നടന്നു പോന്നിരുന്നത്. ഇന്നിവിടെ ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും മുട്ടറുക്കൽ കർമ്മമുണ്ട്. എല്ലാ മാസത്തെയും ഭരണി നക്ഷത്രത്തിൽ അന്നദാനവും കലശപൂജയുമുണ്ട്, ആയില്യപൂജയുണ്ട്, പൗർണമി പൂജയുണ്ട്. മറ്റുള്ള ക്ഷേത്ര ആചാര ചടങ്ങുകൾ മാസം തോറും ഉള്ള എല്ലാ കാര്യങ്ങളും നടക്കും. ദൈനംദിന പൂജയുണ്ട്. 2013 ആണ്ടാണ് ഇവിടെ ട്രസ്റ്റ് രൂപീകരിച്ചത്. ട്രസ്റ്റ് രൂപീകരിച്ചതിന് ശേഷം 3 വർഷത്തിലൊരിക്കൽ കമ്മിറ്റി ഭാരവാഹികൾ മാറുകയും പുതിയ കമ്മിറ്റി രൂപം കൊണ്ട് വാശിയേറിയ മത്സരത്തിൽ കൂടെയാണ് കമ്മിറ്റി വരുന്നതും മാറി വരുന്ന ഭരണസമിതിയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടുമാണ് നമ്മുടെ ഈ ക്ഷേത്രം ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിൻ്റെ വികസന കാര്യങ്ങൾക്കും മറ്റും ഇന്ന് ചുക്കാൻ പിടിക്കുന്നത് ഭക്തജനങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രം ഇന്ന് നമ്മുടെ നാട്ടിനൊട്ടും മാത്രമല്ല തിരുവനന്തപുരം ജില്ല, കേരളം ഒട്ടുക്കും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് ആറ്റുകാലമ്മ ഇവിടെ കുടിയിരുന്നു എന്നുള്ള ഒരു വിശ്വാസവും ഉണ്ടായിരുന്നു. ആ കുടിയിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പിന്നെ അവിടുത്തെ ആൾക്കാർ വന്ന് ജ്യോതിഷനും അങ്ങനെ ഇവിടുന്ന് അമ്മയെ അങ്ങ് തിരിച്ചു കൊണ്ടുപോയെന്നുള്ള ഒരു അറിവും ഉണ്ട്. ഇതാണ് ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്. ഞാൻ ഈ ക്ഷേത്രത്തിലെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. തെക്കൻ കേരളത്തിൽ ഭദ്രകാളി ക്ഷേത്ര ആചാരങ്ങൾ കൃത്യമായി പാലിച്ച് വരുന്ന ഒരു അമ്പലം കൂടെയാണ് തൊഴുക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം. കൂടാതെ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളെന്ന് പറയുന്നത് മലയാള മാസം 1-ാം തീയതി കുട്ടുഗണപതി ഹോമം, മലയാള മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഗുരുതി പൂജ, പിന്നെ ദോഷപരിഹാരത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര മേൽശാന്തി ഇവിടെ പ്രധാനമായും ഞായറാഴ്ച ദിവസം രാവിലെ 9 മണി മുതൽ മുട്ടുതീർപ്പ് കർമ്മത്തിലൂടെ പ്രശ്നപരിഹാരങ്ങൾ നേടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രധാനമായി എടുത്തു പറയാനുള്ളത് നമ്മുടെ ഇവിടുത്തെ അന്നദാനമാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അന്നദാനേശ്വരി എന്നാണ് അറിയപ്പെടുന്നത് തൊഴുക്കലമ്മ. കാരണം എല്ലാ ഭരണി നക്ഷത്രത്തിലും രാവിലെ 10 മണി മുതൽ കലശപൂജയും ഉച്ചയ്ക്ക് 1 മണി മുതൽ അന്നദാനത്തിന് ഇവിടെ സാധാരണഗതിയിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രതീതിയാണ്. അതിവിശാലമായ ഊട്ടുപുരയും കുശിനിയും ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷതയാണ്. അന്നദാനം മഹാദാനം. എല്ലാ മാസവും ഭരണി നക്ഷത്രത്തിൽ സമൂഹ അന്നദാനം നടക്കുന്നു. അതിൽ നാട്ടിലെ ഭക്തജനങ്ങൾ ഒന്നാകെ പങ്കെടുക്കുന്നു. എൻ്റെ പേര് വേണുഗോപാലൻ എന്നാണ്. നമ്മുടെ തൊഴുക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ അന്നദാനം എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലെ ഏറ്റവും പ്രിയങ്കരമായ ഒരു അന്നദാനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഭരണി നാളിൽ ഈ ക്ഷേത്രത്തിൽ അന്നദാനം നടക്കുന്നുണ്ട്. കൂടാതെ ഉത്സവ നാളുകളിൽ രാവിലെ പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് സായാഹ്ന ഭക്ഷണവും എല്ലാ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴുക്കലമ്മയ്ക്ക് പ്രണാമം. എൻ്റെ പേര് സുരാജ്. ഞാൻ ഇവിടുത്തെ ക്ഷേത്ര കൺവീനറാണ്. ഈ മഹാക്ഷേത്രത്തിൽ അമ്മയുടെ ദാസനാകാൻ കഴിഞ്ഞതിൽ എൻ്റെ മഹത്തായ ജീവിത പുണ്യമാണ്. നമ്മുടെ ഭക്തജനങ്ങളുടെയും മാറി മാറി വരുന്ന ക്ഷേത്ര കമ്മിറ്റിയുടെയും അശ്രാന്ത പരിശ്രമം മൂലം ഇന്ന് ഇത്രയും വലിയൊരു മഹാക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. തൊഴുക്കലമ്മ എന്ന പേരിനുപരി തൊഴുക്കൽ അന്നദാനേശ്വരി എന്നാണ് ഇവിടുത്തെ ദേവി അറിയപ്പെടുന്നത്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. തൊഴുക്കലമ്മയുടെ തിരുനടയിൽ എൻ്റെ കൊച്ചു നാൾ മുതൽ ഇവിടുത്തെ പ്രയത്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അമ്മയുടെ ഒരു
പണിയായി ഞാൻ ജോലി ചെയ്തു വരികയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രസാദമായി കൊടുക്കുന്നത് അന്നദാനമാണ്. അമ്മയുടെ ജന്മനക്ഷത്രമായ ഭരണി നക്ഷത്രത്തിൽ കൊടുക്കുന്ന ആ അന്നദാനത്തിൽ പങ്കെടുത്ത് ആ അന്നദാനം പ്രസാദമായി കഴിക്കുക എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ഏറ്റവും അഭിലാഷകരമായ ഒരു കാര്യം. ഇപ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി നമ്മുടെ ഈ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് പ്രശ്നവിധിയാൽ മുട്ടെടുപ്പ് കർമ്മം ഒരു പ്രത്യേക ചടങ്ങായി മാറിയിരിക്കുന്നു. തൊഴുക്കലമ്മയുടെ വിശ്വാസിയായി വന്ന് ഈ പുണ്യഭൂമിയിൽ ദർശനം നടത്തി പോകുന്ന എല്ലാ വ്യക്തികൾക്കും അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. അതിന് യാതൊരു മാറ്റവുമില്ല. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. തൊഴുക്കൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഞാൻ. എൻ്റെ പേര് ഗണേശൻ സൂര്യമന എന്നാണ്. തിട്ടമംഗലത്താണ് സ്വദേശം. ഞാനിവിടെ പൂജാരിയായിട്ട് തുടർന്നിട്ട് ഇന്നേക്ക് 26 വർഷം തികയുന്നു. അഭിഷ്ടവരദായിനിയും ശക്തിസ്വരൂപിണിയുമായ ദേവിയെ ഇക്കാലം മുഴുവനും പൂജിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയതിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്. അമ്മയെ പൂജിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയതിൽ. ഈ അമ്മയുടെ നടയിൽ വന്ന് ഏത് ദുഃഖവും ദുരിതവും ഉണർത്തിച്ചു കഴിഞ്ഞിരുന്നാൽ ശീഘ്രം പെട്ടെന്ന് തന്നെ ഭഗവതി പ്രസാദിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വിശിഷ്ടമായിട്ടുള്ള പൂജകളിൽ അതിപ്രധാനമായിട്ട് മാസത്തിലൊരിക്കൽ നടത്തുന്ന ഗുരുതി പൂജ ഈ ബാധാദോഷ ശാന്തിക്കും ശത്രുദോഷ സംഹാരത്തിനുമായിട്ട് ഇവിടെ നടത്തിപ്പോരുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണി നാളിൽ അന്നദാനം, പൗർണമിക്ക് ഐശ്വര്യ പൂജ, എല്ലാ ഞായറാഴ്ചകളിലും ദുരിതശാന്തിക്കായിട്ട് മുട്ട് ഇറുക്കൽ കർമ്മവും ഇവിടെ നടന്നു വരുന്നുണ്ട്. ശക്തിസ്വരൂപിണിയായ ദേവിയുടെ തിരു ഉത്സവം കുംഭമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി 10 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ കാളിയൂട്ട് വിശേഷമായിട്ടുള്ള പൂജാതി കർമ്മങ്ങൾ. അപ്പോൾ കളങ്കാവിൽ ഉച്ചബലി, ഗുരുസി തുടങ്ങിയതായിട്ടുള്ള വിശേഷ പൂജകളും നടക്കുന്നുണ്ട്. അപ്പോൾ തന്ത്രി കൊടിയേറി ആ പൂജാതി കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആറോട്ടോടുകൂടി സമാപിക്കുന്നതാണ് ഇവിടുത്തെ വിശേഷമായിട്ടുള്ള ചടങ്ങുകൾ. എനിക്ക് ഇന്നേ നാൾ വരെയും ഭഗവതിയെ പൂജിക്കാൻ അവസരം കിട്ടിയതിൽ ഞാൻ വളരെ കൃതജ്ഞനാണ്. അതിൽ വളരെ സന്തോഷമാണ്. അമ്മയുടെ നടയിൽ വന്ന എല്ലാ ഭക്തജനങ്ങളും പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തി വരണമെന്ന് ഞാൻ ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു.